ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അളിയന്റെ പിറന്നാളാണെന്ന്. അളിയന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണെന്ന്. അളിയനല്ല, ഇത് അളിയന്റെ കമ്പനിയിലെ കൂട്ടുകാരാണ് കേട്ടോ, ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഓരോ കൊണ്ടുവരുന്ന അളിയന് വിഷ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. അളിയനാണ് തോന്നുട്ടോ ഹീറോ അവരുടെ. അവരുടെ സാർ അളിയൻ. എല്ലാവരും കന്നഡയിലാട്ടോ സംസാരിക്കുന്നത്. അപ്പൊ അവരൊക്കെ കേക്ക് മുറിക്കാനുള്ള പ്ലാൻസ് സംഭവങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. തീപ്പെട്ടി വയ്ക്കുന്നു കേട്ടോ. ഇതാണ് അളിയന്റെ കേക്ക്. അളിയന് കൊരക്കൊര പൊങ്ങിച്ചു ഒരു കുഴപ്പമില്ല. ഇതാണ്ടോ അളിയന്റെ ബർത്ത്ഡേ കേക്ക്. ജിതിൻ HR സാർ. അളിയൻ HR ആണോ? HR-ആക്കിയത്. അതെ അതെ. എന്റെ മോനെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അളിയ. ഇതൊക്കെ അളിയന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഇവരുടെ സാറാണെന്ന് തോന്നുന്നു അളിയൻ. ആണോ? നമ്മളെങ്ങനെ വിളിക്കുന്നുള്ളൂ. അവര് കണ്ടോ എല്ലാരും കണ്ടട്ടെ കുഞ്ഞിപ്പഴിന്. എന്റെ കുഞ്ഞു ട്യൂബുമോ എനിക്കും തന്നാലറിയാ. നല്ല കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അളിയാ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. सबका फोटो कल YouTube में आ जाएगा. അവന് അറിയാലേ. നമ്മളന്ന് ഹംപി പോയപ്പോ വണ്ടി ഓടിച്ച ചേട്ടനാട്ടോ ഇത്. പപ്പു ചേട്ടൻ. ഹിന്ദിയും പറഞ്ഞു. ഇതൊക്കെ ഓർത്തൊക്കെ പറയുന്നത് കന്നഡയും പറയണം. ഇതൊക്കെ ഹിന്ദി കന്നഡ ഒന്നും അറിയത്തില്ല കേട്ടോ ഹുസി. ആ അപ്പൊ എല്ലാ ചേട്ടന്മാരും ഇങ്ങനെ കേക്ക് മുറിച്ച് അല്ലേ. താങ്ക് യു സോ മച്ച് ചേട്ടന്മാരെ. അല്ല അണ്ണന്മാര്. അത് പറഞ്ഞത് ഹിന്ദിയിലൊന്നും പറഞ്ഞു കൊടുത്തില്ല. സൂപ്പർ കേക്ക്. ഇത്രയും കുഞ്ഞൊരു കേക്കിന്റെ ആവശ്യമുള്ളൂ. അളിയന്റെ പിറന്നാളായോണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടി പോകുന്നു. ബിരിയാണി വെക്കുന്നില്ല. അപ്പൊ നമുക്ക് ഹെൽത്തി ചെറുപയർ ദോശ വിത്ത് മട്ടൻ കറി. അപ്പൊ അളിയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയും മട്ടൻ കറിയുമാണ് കേട്ടോ. ആളിയാ മട്ടൻ അടിക്കളിയാ. മുട്ടനാവട്ടെ. ബൈ സൂസി. മട്ടൺ ബൈ സൂസി. അല്ല മട്ടൻ കറി അളിയന്റെ കറിയാ. പക്ഷെ ഉണ്ടാക്കിയത് അളിയൻ തന്നെയാട്ടോ ഈ മട്ടൻ കറി. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ദോശന്റെ ദോശ ഞാനും ഇച്ചാനും കൂടെ ചേരുമ്പോഴാണല്ലോ ഞങ്ങൾ ഒരു കഷ്ണം മുരിഞ്ഞ ദോശ ഇങ്ങനെ എടുത്തിട്ട് നല്ല ക്രഞ്ചിയാണ് കേട്ടോ. ഈ മട്ടന്റെ ചാറിൽ നോക്കിയിട്ട് കഴിച്ചു നോക്കാം. സൂപ്പറാണോ? ഒന്ന് ചെറുപയർ ദോശയോ ചെറുപയർ വെച്ച് ഉണ്ടാക്കുന്നയാ ആണോ? ആ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സുസി പ്രഗ്നന്റ് ആണോ ചോദിക്കുന്നുണ്ട്. അയ്യോ ഞാൻ അറിഞ്ഞില്ല. മഞ്ചി ഓടി വരും.
മഞ്ചല്ല മച്ച പിന്നെ കൊണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ എല്ലിന്റെ ഉള്ളിൽ നിന്ന് മജ്ജയില്ലേ, മജ്ജ ചാടി വരുന്ന ഓർത്തിട്ട് നമ്മളെ പോത്തുംകാലൊക്കെ കൊട്ടുമ്പോ വരില്ല അതുപോലെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മട്ടൻ കറി കഴിക്കുന്നത് കേട്ടോ. ഇഷ്ടായോ? മട്ടൻ സൂപ്പറല്ലേ? ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടില്ല. വെരി നൈസ്. അപ്പൊ കൂട്ടുകാരെ, അളിയുടെ കമ്പനിയിൽ നിന്ന് ആൾക്കാരൊക്കെ കേക്ക് മുറിച്ചിട്ട് പോയി. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ബിരിയാണിയാണ് കേട്ടോ. അളിയുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ബിരിയാണി. അതുകൊണ്ട് അളിയനെ കൊണ്ട് എന്നെ പണിയിപ്പിക്കാണ് കൂട്ടുകാരെ. അളിയൻ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കി തരാൻ അളിയനെ കൊണ്ട് തന്നെ പണി. വണ്ടി കല കയറിയോ? പൊളിഞ്ഞോ? ഓടൂ, എനിക്ക് ബിരിയാണി സംഭവിക്കില്ലേ? ബൈക്ക് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നുണ്ടോ? പൊന്നു നല്ല ബൈക്ക് സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോ ഇവിടുത്തെ ബൈക്കില്ല, അത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കി ഉരുണ്ട് വീണായിരുന്നു കേട്ടോ ബൈക്കിൽ നിന്ന്. അത് കുഞ്ഞിപ്പണിയുടെ ചാനലിനകത്ത് വരും കേട്ടോ ആ വീഡിയോ. അപ്പൊ അളിയൻ പറഞ്ഞ പോലെ വെളുത്തുള്ളിയൊക്കെ നൈസായിട്ട് അരിയുന്നുണ്ട് കേട്ടോ. അളിയന്റെ പിറന്നാളിന് അളിയനെ കൊണ്ട് പണി. അളിയൻ ഈ വെളുത്തുള്ളി മാത്രമാണ് അരിയാനുള്ളൂ, ബാക്കി പരിപാടികൾ ആരെന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന പണികളൊക്കെ കാണിച്ചു തരാം. കണ്ടോ ഇവിടെ കണ്ടോ, തക്കാളി, ക്യാരറ്റ്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ് സാധനങ്ങളൊക്കെ. അല്ല അതൊക്കെ ഇവര് നന്നാക്കും. ഇവരും സുസിയും പൊന്നും കൂടെ. ചിക്കൻ കണ്ടോ, ചിക്കൻ ഞാൻ നാട്ടോ എങ്ങനെയാക്കി എടുത്തേക്കുന്നത്, ഇളക്കി ഞാൻ തന്നു, നീ മസാല ഇട്ട് പെരട്ടി അങ്ങനെ ഇങ്ങനെ ഇളക്കി. എടി ഹലോ കൂട്ടുകാരെ, അള്ളിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി മറക്കുകയാണ് ആൾക്കാര്. അളിയന്റെ പിറന്നാളിന് ബിരിയാണി ഉണ്ടാക്കുന്ന ആരാ? ഇതുണ്ടാക്കാൻ ഞാൻ വേണ്ടി വന്നില്ല ലാസ്റ്റ്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷനിലെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് കിടന്നോണ്ടിരിക്കുകയാണ്. പുറത്ത് സൂപ്പർ മഴ എന്ന് പറഞ്ഞാല് കണ്ടോ, ദേണ്ടേ തകൃതിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുവാണ്. അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുക. നിങ്ങൾ വന്നിട്ടുള്ള കണ്ടോ, ദേ അവിടെയൊക്കെ കണ്ടാ ശരിക്കും അറിയാം. കണ്ടോ, ആ വീട്ടിൽ നിന്നൊക്കെ മഴവെള്ളം ചാടുന്നുണ്ട്. അമ്മാതിരി മഴ. ദേണ്ട ഇവിടെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അത് ഞാനാ തയ്യാറാക്കി, അവളിപ്പൊ ചുമ്മാ ഇളക്കിയതുള്ളൂ. ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഗ്രേവി ഏകദേശം ആയിട്ടുണ്ട്. മിക്സ് ആക്കിയാൽ മതി. തരാലോ, തരാ. സാമ്പ പൊരിഞ്ഞ ഇളക്കല്ലോ. എടാ ഞാൻ വേറെന്തോ പറയാൻ വന്നേടാ. എന്റെ ദൈവമേ, അപ്പേ എന്റെ മകരനെ വെറുതെ എന്തോ ഓർത്തിട്ട് വന്നതാ. ചിക്കൻ വിത്ത് ഗ്രേവി കണ്ടോ, മസാല ബ്യൂട്ടിഫുൾ ആയില്ലേ? സാമ്പോ ഇളക്കിന്നുള്ളൂ കേട്ടോട്ടെ. സാമ്പോ തന്നെ ഉണ്ടാക്കി. ഞാൻ എന്താ പറയുന്നത് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞതാ. അണ്ടിപ്പരിപ്പും മുന്തിരിയും വാട്ടുന്ന സാമ്പോയിന്റെ ഗൗരവം കണ്ടാലോ. എന്റെ മോനെ, പൈനാപ്പിൾ കണ്ടോ, നല്ല പൈനാപ്പിൾ ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ബിരിയാണിയില്. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് ഉണ്ട്. നമ്മുടെ റൈസ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയോട് പറയാം, നല്ല റൈസ് ആട്ടോ.